അഹമ്മദ് ആശുപത്രിയിലെ ക്രമക്കേടിൽ 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 പേർക്ക് തടവും പിഴയും. ആശുപത്രിയിലേക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടാണ് ഇവരെ കുടുക്കിയത്. ശിക്ഷിക്കപ്പെട്ട ഇന്ത്യക്കാരിൽ ഒരാൾ അഹമ്മദ് ആശുപത്രി ജീവനക്കാരനാണ്. ഫൈസൽ ഹംസ വിവരങ്ങൾ നൽകാൻ ദോഹയിൽ നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ഇതെന്താണ് ഈ കേസിന്റെ വിശദാംശം? 14 പേർ ശിക്ഷിക്കപ്പെട്ടു എന്നാണല്ലോ അറിയുന്നത്. എത്ര ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്? അഹമ്മദ് ആശുപത്രിയിലെ 4 ജീവനക്കാരും അതോടൊപ്പം തന്നെ കരാർ കമ്പനി ഉടമസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 16 പേരുമാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ വെറുതെ വിട്ടു. അങ്ങനെ ആകെ 14 പേർക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ആ ശിക്ഷിക്കപ്പെട്ടവര് ഇന്ത്യക്കാരിൽ 7 പേരാണ് ആകെ ശിക്ഷിക്കപ്പെട്ടത്. അതിൽ ഒരാൾ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനാണ്. മറ്റ് 6 പേര് കരാർ കമ്പനിയിലെ ജീവനക്കാരാണ്. ഈ ശിക്ഷിക്കപ്പെട്ട ഇന്ത്യക്കാർ 4 വർഷം മുതൽ 14 വർഷം വരെ തടവാണ് ഇവർക്ക് വിധിച്ചിട്ടുള്ളത്. സർക്കാർ ടെൻഡറുകളിൽ അഴിമതി നടത്തി, അതായത് ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലും വാങ്ങുന്നതിലും നടത്തിയ അഴിമതിയാണ് ഇവർക്കെതിരെ ഈ ശിക്ഷ വിധിക്കാൻ കാരണം, ഇവർക്കെതിരായ കേസിനുള്ള ആധാരം. അതോടൊപ്പം തന്നെ പൊതുപണത്തിന്റെ ദുരുപയോഗം, വിശ്വാസവഞ്ചന, ഓഫീസ് ദുരുപയോഗം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഹമദ് ആശുപത്രി ഉദ്യോഗസ്ഥനായ ഈ 4ാം ഇന്ത്യക്കാരൻ 4ാം പ്രതിയാണ് ഈ കേസിൽ. ഇയാൾക്ക് 14 വർഷം തടവും 31.3 കോടി ഖത്തർ റിയാൽ, അത് ഏതാണ്ട് 600 കോടിയോളം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയ തുക വരും. അത്രയും പിഴയാണ് ഇയാൾക്ക് ചുമത്തിയിരിക്കുന്നത്. 1ാം പ്രതിയായ അദ്ദേഹം ഒരു ഖത്തരി പൗരനാണ്. അദ്ദേഹത്തിന് 15 വർഷം തടവും 72 കോടി ഖത്തർ റിയാലിലേറെ പിഴയും വിധിച്ചിട്ടുണ്ട്. 2ാം പ്രതി ഒരു ജോർദാൻ കാരനാണ്. അദ്ദേഹത്തിന് 11 വർഷം തടവും 17 കോടി ഖത്തർ റിയാലിലേറെ പിഴയുമുണ്ട്. 3ാം പ്രതി ഒരു ഫലസ്തീൻകാരനാണ്. അദ്ദേഹത്തിന് 10 വർഷം തടവും 14 കോടിയിലേറെ ഖത്തർ റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നതിന് കരാറെടുത്ത കമ്പനിയുടെ 2 ഖത്തരി ഉടമസ്ഥരാണ് മറ്റു പ്രതികൾ. ഇവർക്ക് 5ഉം 8ഉം വർഷം തടവാണുള്ളത്. ഈ കമ്പനിയിലെ, അതായത് ഈ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരാണ് മറ്റു 8 പേർ. അതിൽ 6 പേരാണ് ഇന്ത്യക്കാരുള്ളത്. അവർക്ക് ഈ 6 പേരിൽ 2 പേർക്ക് 14 വർഷം തടവും മറ്റുള്ളവർക്ക് 8 വർഷം തടവുമാണ് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. ആർക്കൊക്കെ എങ്ങനെയെന്നുള്ള, അതായത് ഇന്ത്യക്കാർക്ക് എത്ര തടവ്, ആ തരത്തിൽ ഈ 8 പേരുടെ കാര്യം നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല എന്തായാലും വിവരം. പക്ഷെ ഇവർക്കും 50 ലക്ഷം ഖത്തർ റിയാൽ മുതൽ 19.5 കോടി ഖത്തർ റിയാൽ വരെ, അതായത് ഭീമമായ തുക പിഴയും ഇവർക്കും ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവര് ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതോടെ ഈ വിദേശികളായിട്ടുള്ള ഇന്ത്യക്കാരും അതേപോലെ ജോർദാനികളും ഫലസ്തീനിയൊക്കെ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ നാട് കടത്താനും ഖത്തറിലെ ക്രിമിനൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അമൃത, ദോഹ അഹമ്മദ് ആശുപത്രിയിലെ ക്രമക്കേടിലാണ് 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 14 പേർക്ക് തടവും പിഴയും വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ദോഹയിൽ നിന്ന് ഫൈസൽ ഹംസ നൽകിയത്.